അപ്പോൾ ഇന്ന് നമുക്ക് നാരങ്ങയും അതുപോലെ ഈ ഈത്തപ്പഴവും കൂടി നല്ല കയ്പില്ലാത്ത വിധത്തിലൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ആ അച്ചാർ ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കി. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് എല്ലാം അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുള്ള പാൻ ഇതാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ലെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്ര ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ആദ്യം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉലുവയും കടുവും ഒക്കെ പൊട്ടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ഞാനിതാ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ വലിയ അല്ലി ആയതുകൊണ്ട് നന്നായിട്ട് നീളത്തിൽ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തിക്കണം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഈ വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് വഴറ്റണം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാട്ടി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുള്ളൂ. അരിഞ്ഞെടുത്തിക്കല്ല, മിക്സിൻ്റെ ജാറിൽ ഒന്നിങ്ങോട്ട് കറക്കിയെടുത്തുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ അച്ചാറിന് നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകൊക്കെ നമുക്ക് എത്ര വേണ്ട വെച്ചെങ്കിൽ നമ്മൾ ആ എരിവിന് ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്നും കൂടി ഇളക്കിയിട്ട് നല്ലോണം ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നാരങ്ങ ഞാൻ നല്ലോണം വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് 1-2 മിനിറ്റ് ഇങ്ങോട്ട് വേവിച്ചെടുത്ത നാരങ്ങ മുറിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈത്തപ്പഴം അതുപോലെ കുരു കളഞ്ഞിട്ട് 4ആയിട്ട് കീറിയിട്ട് അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കായപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് തീ നന്നായിട്ട് തന്നെ നമ്മൾ കുറച്ച് വെക്കണം പൊടി ഇട്ട് കൊടുക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ കരിഞ്ഞിട്ട് നമ്മൾ അച്ചാർ ആകെ അങ്ങോട്ട് അച്ചാറിൻ്റെ ആ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ അത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. നല്ലോണം ഇളക്കി ആ പൊടിയൊക്കെ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണ വരെ നല്ലോണം ഇളക്കിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ അച്ചാറും എന്താണെങ്കിലും സുർക്ക കുറച്ച് ഒഴിച്ച് കൊടുക്കണമല്ലോ അച്ചാറാവുമ്പോൾ. അപ്പോൾ സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് തിളക്കണം. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങയിൽ കുറച്ച് ഉപ്പിട്ട് കാണ്ടാണ് ഞാൻ നാരങ്ങ ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈത്തപ്പഴമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈത്തപ്പഴം നല്ലോണം തിളച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ ചെറിയ രീതിയിലൊക്കെ അച്ചാർ ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചെറുതായിട്ടൊരു ഓർഡർ കിട്ടിയതാണ് നാരങ്ങൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും ഇത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഈത്തപ്പഴം നല്ലോണം വെന്തരിഞ്ഞിട്ടുണ്ട് കണ്ടോ.
ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നാരങ്ങയിൽ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, ആ നാരങ്ങയിലുള്ള വെള്ളമാണ്. അല്ലാതെ നമ്മൾ നാരങ്ങയൊക്കെ കഴുകി നല്ലോണം തുടച്ചിട്ടുണ്ട് കേട്ടോ. തുടച്ച് പിന്നെ നമ്മൾ തിളപ്പിച്ച് എടുത്തതാണ്. പിന്നെ ഒട്ടും അതിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. തിളപ്പിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മളതൊന്ന് തുടച്ചിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടായാലും എന്താ വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ കേടായിട്ട് പോകും. അപ്പോൾ അച്ചാറിൽ വെള്ളം ചേർക്കാതെ തന്നെയാണ് ഞാൻ അച്ചാറുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പുറത്തേക്കൊക്കെ കൊടുക്കാനുള്ള അച്ചാറാകുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ചും കൂടി ഉലുവപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് നമ്മളെ വറ്റൽ മുളക് ചതച്ചതും കൂടി മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈത്തപ്പഴം നാരങ്ങയാകുമ്പോൾ ഒരു 2-3 ദിവസം ഇങ്ങനെ ഇരിക്കണം കേട്ടോ അത്. അപ്പോഴാണ് ആ നാരങ്ങ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് എല്ലാം കൂടി ആ നല്ല ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരുള്ളൂ. പിന്നെ ഇതിൽ ചിലവരൊക്കെ എന്താ വെച്ചാൽ മധുരം പഞ്ചസാര ചേർക്കലുണ്ട്. ഞാനിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. അത്യാവശ്യം മധുരം ഉണ്ട് ഈ ഒരു ഈത്തപ്പഴം. അങ്ങനെ നമ്മളെ അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട്.